ശ്രീ പ്രശാന്ത്, ഈ ബോംബെ ഭീകരാക്രമണം ഇപ്പോഴും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. അതങ്ങനെ പെട്ടെന്ന് മാഞ്ഞു പോകുന്ന ഒന്നല്ല. ആ ഭീകരാക്രമണ കേസിലെ ഒരു പ്രതി ഇപ്പോൾ അമേരിക്കയുടെ കസ്റ്റഡിയിലാണ്. ആ പ്രതിയെ വിട്ടുകിട്ടുന്ന കാര്യത്തിൽ പല നീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വിട്ടുകിട്ടിക്കഴിഞ്ഞാൽ ഏത് തരത്തിലായിരിക്കാം കാര്യങ്ങൾ പോവുക? അതുകൊണ്ട് ഏതെങ്കിലും ആശാവഹമാണോ? തഹാവൂർ റാണ എന്ന് പറയുന്ന പ്രതിയാണല്ലോ ബോംബെ ഭീകരാക്രമണം സാറിനറിയാവുന്ന പോലെ 2008 സംഭവിക്കുന്നത്. 2008 നവംബർ 26 ഏതാണ്ട് 195 പേരോളം മരിച്ചിട്ടുള്ള ഒരു ഭീകരാക്രമണമായിരുന്നു. അതിനകത്ത് 22 വിദേശികളുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് എന്തോ സുരക്ഷയുണ്ട്. നമ്മുടെ രാജ്യക്കാരുടെ സമാധാനം നമുക്ക് പറയാം. നമ്മുടെ രാജ്യത്തിൻ്റെ വ്യക്തികൾ മോശക്കാരാണെന്നല്ല, അവർ നമുക്ക് വലിപ്പത്തിലുള്ള ആൾക്കാർ തന്നെയാണെങ്കിലും വിദേശികൾ ഇവിടെ വന്ന് വിശ്വസിച്ച് ഇന്ത്യയിൽ വരുന്നതല്ലേ, ടൂറിസവും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വരുമ്പോൾ അവരുടെ സുരക്ഷിതത്വത്തിലുമായി. അപ്പോൾ ഇത് അന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതിനകത്ത് ദാവൂദ് ഇബ്രാഹിമിൻ്റെ പങ്കും അല്ലെങ്കിൽ എല്ലാവരും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ പ്രതികളെ ഒന്നും ആരാണെന്ന് കണ്ടെത്താൻ പറ്റാത്ത ഒരു കാര്യം, അത് ആരൊക്കെയോ അവരെയൊക്കെ ചേർത്ത് പിടിക്കുന്നത് പോലെ ഒരു തോന്നൽ. ദാവൂദ് ഇബ്രാഹിം പോകുന്നു, അദ്ദേഹം അന്നോട്ട് പാകിസ്ഥാനിൽ നിൽക്കുന്നു, അതിന് ശേഷവും അദ്ദേഹം ആഗ്രഹിക്കുന്ന പോലെ ബിസിനസ് ഇവിടെ നടക്കുന്നു. അതിനകത്ത് ചില കഥകൾ നമ്മളും കേട്ടു. ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ അവിടെ പിടിക്കാൻ ചെന്നപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് ഒരു ഫോൺ ചെല്ലുന്നു, അദ്ദേഹം വീണ്ടും രക്ഷപ്പെടുന്നു. അപ്പം അതിനകത്ത് നമ്മുടെ രാജ്യത്ത് ഇത്രയും വലിയൊരു ഭീകരാക്രമണം ഓപ്പറേറ്റ് ചെയ്യുന്നതിന് ഇന്ത്യയിലെ ചില രാഷ്ട്രീയക്കാരുടെ ഒക്കെ പങ്ക് ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം. അപ്പം ഈ മോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനകത്ത് അദ്ദേഹം ഏറ്റവും വലിയൊരു ഹൈലൈറ്റായിട്ട് എടുത്ത് പ്രചരണം നടത്തിയ ഒരു കാര്യം ഇതാണ്: ഈ രാജ്യത്തിനകത്ത് നടന്ന ഭീകരാക്രമണത്തിൽ ഈ രാജ്യം ഭരിച്ചിരുന്ന ആൾക്കാർക്ക് കൃത്യമായ പങ്കുണ്ട്, അല്ലെങ്കിൽ അത് നടത്തിയതിന് ശേഷം അവരെ പിടിക്കുന്നതിനോ അവരെ ശിക്ഷിക്കുന്നതിനോ അല്ലെങ്കിൽ അത് നടത്തിയ ആൾക്കാരെ യഥാർത്ഥ കക്ഷികളെ കണ്ടെത്തുന്നതിനോ അവർക്കെതിരെ നടപടിയെടുക്കുന്നതിനോ ഒന്നും ഈ ഭരണകൂടം തയ്യാറാവുന്നുണ്ടായിരുന്നില്ല. ഞാൻ വന്നാൽ, എൻ്റെ ഗവൺമെൻറ് വന്നാൽ ഇതിന് കൃത്യമായ നടപടി ഉണ്ടാവും. അപ്പം ഈ മോദി നമ്മുടെ ഈ പറയുമ്പോഴത്തെ BJPയുടെ 2014 ഇലക്ഷന് അല്ലെങ്കിൽ അവരുടെ അധികാരത്തിൽ വരുന്നതിന് ശേഷം അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവർ മൊത്തം തീർത്തിട്ടാണ് അടുത്ത പ്രാവശ്യം വീണ്ടും ഇലക്ഷനെ ഫേസ് ചെയ്യുന്നത്. അതൊരു വലിയ, ഇതുവരെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഭരിച്ചിരിക്കുന്ന ഗവൺമെൻറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് പല രാഷ്ട്രീയ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗം പറയും. ഇപ്പം നമുക്കറിയാവുന്ന ഇന്ത്യ അല്ലെങ്കിൽ പല പാർട്ടികൾ മത്സരിക്കും. അവരെ തെരഞ്ഞെടുപ്പ് ഈ പറഞ്ഞ പോലെ പ്രകടന പത്രിക കൊണ്ടുവരുമല്ലോ, ഞങ്ങൾ ഇന്നതൊക്കെ നടപ്പാക്കും. പക്ഷേ നമ്മൾ ഇത്രയും കാലത്തിനകത്ത് നമ്മുടെ ഒരു പരിചയം വെച്ചിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും തെരഞ്ഞെടുപ്പ് മുമ്പേ ഉള്ള പ്രകടന പത്രിക അതേപടി അധികാരത്തിൽ വന്നതിന് ശേഷം പാലിച്ചിട്ട് അടുത്ത ഘട്ടത്തിലെ ഒരു പ്രകടന പത്രികയായിട്ട് വീണ്ടും ഇലക്ഷനെ സമീപിക്കുന്നത് മോദിയുടെ കാലത്താണ് നമ്മൾ കൃത്യമായിട്ട് കണ്ടു തുടങ്ങിയത്. ഇന്ന കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ടല്ലോ, അത് തീർത്തിട്ടുണ്ട്, അടുത്ത ഞങ്ങളുടെ തന്നെയാണ്. അപ്പോൾ ആ പ്രധാനപ്പെട്ട ഇലക്ഷൻ പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു ബോംബെ ഭീകര ആക്രമണം പാകിസ്ഥാൻ്റെ കെയർ ഓഫിൽ നടന്നതാണെന്നും ഇതിന് ചുക്കാൻ പിടിച്ചിട്ടുള്ളവരെ വേണ്ട രീതിയിലുള്ള ശിക്ഷ കൊടുക്കുന്നതിന് ഞങ്ങളുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് വന്നാൽ തയ്യാറാവും, ലോകത്തെവിടെ പോയി ഒളിച്ചാലും പ്രതികൾ ശിക്ഷ രക്ഷപ്പെടില്ല. അതിന് ഉദാഹരണമാണ് ബോംബെ ഭീകരാക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് കസ്റ്റഡിയിലില്ലാത്ത പ്രതികൾ മൊത്തവും അവിടെ എവിടെയും കിടന്ന് മരിച്ചുപോയി. ഇനി ഇത് അമേരിക്ക 10 കൊല്ലം കൊണ്ട് തന്നെ അമേരിക്ക ജയിലിൽ കിടക്കുക ഈ ഇപ്പോൾ പറഞ്ഞ പ്രതി, അതുകൊണ്ട് സേഫാണ്. ഇയാളെ അന്ന് തൊട്ടേ നമുക്ക് നമ്മുടെ ഇവിടെ നടന്ന ഏറ്റവും വലിയൊരു സംഭവമാണ്. കാരണം ഒരു രാജ്യത്ത് ഇതുപോലൊരു അക്രമം അല്ലെങ്കിൽ ഭീകരാക്രമണം നടന്നില്ലാണ്. 195 പേര്, 22 വിദേശികൾ കൈമാറണം എന്നുണ്ടെങ്കിൽ തന്നെ അവിടുത്തെ കസ്റ്റഡിയിൽ നിൽക്കുകയല്ലേ. അപ്പോൾ ഏത് തരത്തിൽ അതിന് കരാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അമേരിക്കയായിട്ട് ഈ വിഷയത്തിൽ നമ്മൾ കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കാമെന്ന് പറയും. എന്നാലും അമേരിക്ക വീണ്ടും നാളെ തരാം. ഇപ്പോൾ അതിനകത്തൊരു തീരുമാനമായിട്ടുണ്ട്. കുറേ നാൾ കൊണ്ടേ നമുക്ക് വിട്ടുതരാമെന്ന് പറഞ്ഞു. അവിടെ ചെയ്തിട്ടുള്ളതിനേക്കാൾ വലിയ കുറ്റത്തിലാണ് അവിടെ ചെയ്തിട്ടുള്ളതിനകത്ത് അവൻ വിചാരണയ്ക്ക് ശേഷം അവൻ അവിടുത്തെ ശിക്ഷ അനുഭവിക്കുന്നതായിട്ടാണ് നമുക്കറിയുന്നത്. 10 കൊല്ലം കൊണ്ട് അവൻ കസ്റ്റഡിയില്ല. അപ്പം നമുക്ക് നമ്മുടെ വിചാരണയ്ക്ക് നമ്മുടെ കസ്റ്റഡി തരണമെന്നും അല്ലെങ്കിൽ നമ്മുടെ തരുന്നതിന് കുറേ നിബന്ധനകളൊക്കെ ഉണ്ടാവും. പറഞ്ഞ ആ രാജ്യത്തിൻ്റെ എന്നുവെച്ചാൽ ഇവനെ ഇവിടെ സേഫായിരിക്കണം,
അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ശിക്ഷയ്ക്ക് അനുവദിക്കുമ്പോൾ വിചാരണ, അതൊക്കെ കാണും. പക്ഷേ എന്നാലും നമ്മുടെ കസ്റ്റഡിയിൽ കൊണ്ടുവന്ന് നമ്മുടെ ഇവിടെ ചെയ്തവനെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ നിയമ അനുശാസിക്കുന്ന രീതിയിൽ ഇന്ത്യയിൽ ചെയ്ത കുറ്റത്തിന് വിചാരണ ചെയ്ത് അവന് വേണ്ട ശിക്ഷ കൊടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു രാജ്യത്തെ സംബന്ധിച്ചുള്ള ആ രാജ്യത്തിന് വലിയൊരു ക്രെഡിറ്റാണ്, അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ബലമാണ് കാണിക്കുന്നത്. ഇവിടെ കുറ്റം ചെയ്താൽ എവിടെ ഇരുന്നാലും അവിടുന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ ശിക്ഷ അനുഭവിപ്പിച്ച് വിടും, അല്ലെങ്കിൽ ഇവിടെ കുറ്റം ചെയ്തിട്ട് പോയി രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ലോകത്തെ കൊണ്ട് പറയിക്കുന്ന ഒരു ഭരണകൂടം ലോകത്തെ അറിയിക്കുകയും വിദേശികൾ. അതെ സാറേ, ഈ 2014 ശേഷം ഈ ട്രൂഡോ കടന്ന് വിളിച്ചു പോയല്ലോ, അമേരിക്കയിൽ എന്ന പന്നു വിളിച്ചു എന്നുണ്ടല്ലോ, എന്നെ കൊല്ലാൻ വരുന്നത്. അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ഇരുന്നോ മൊത്തവും ഒന്നെങ്കിൽ ഭക്ഷണത്തിൽ വിഷം കലർന്ന് മരിച്ചു, അല്ലെങ്കിൽ നിസ്കരിച്ചുകൊണ്ടിരുന്നപ്പോൾ മരിച്ചു, അല്ലെങ്കിൽ അവിടെ ഇവനെല്ലാം വലിയ സെക്യൂരിറ്റി ഉള്ള ആൾക്കാരാണ്. ഇത് ഇത്രയും കാലത്തിനകത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം മൊസാദിൻ്റെ കെയർ ഓഫിൽ പ്രകടനം ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിനെക്കാട്ടി ആരും നമ്മുടെ ഇന്ത്യ മഹാരാജ് ഇസ്രായേലിനെക്കാട്ടി വലിയ സംഭവമാണ് പക്ഷേ റോയ്ക്കൊരു പ്രത്യേകത ഏറ്റവും വലുതുണ്ട്, എന്ത് ചെയ്തു എന്ന് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതിൻ്റെ ഏറ്റവും വലിയ അപകടം ഈ രാജ്യത്തുടനീളം പല കാര്യങ്ങളും ചെയ്യുന്നു. ഇപ്പോൾ ഇതൊന്നും റോയ് ഏറ്റിട്ടില്ല. ഈ അജ്ഞാതരൊക്കെ അവിടെ കിടന്ന് ഇന്ത്യക്ക് വിരുദ്ധരായിട്ടുള്ളവരൊക്കെ അവിടെ ഇവിടെ കിടന്ന് മരിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു കേസ് ഇസ്രായേലിൻ്റെ ചാരസംഘടന മൊസാദ് ചെയ്തിട്ടേക്കും. നമ്മൾ ഏതെങ്കിലും ഒരു കെയർ ഓഫ് ഒരു സാധനം ഏറ്റിട്ടുണ്ടോ? റോയ് ചെയ്തതാ അല്ലെങ്കിൽ അവർ പറയുന്നതായിട്ട് സാറ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കാട്ടി വലിയ ഭീകരന ഇത് ആര് ചെയ്യുമെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല. ഭീകരം അല്ലെങ്കിൽ അത്രയും വലിയ നമ്മൾ ഭീകരം എന്ന് പറഞ്ഞാൽ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം, നമ്മുടെ ഇൻ്റലിജൻസ് വിഭാഗം ഒക്കെ ഇപ്പോൾ ലോകം ഭയക്കുന്ന രീതിയിലേക്കാണ് സാറേ. അതുകൊണ്ടാണ് ഇപ്പം ആ നരേന്ദ്രമോദി ഒന്ന് വന്നാട്ടെ, അദ്ദേഹത്തിനോടൊന്ന് ചോദിച്ചാട്ടെ, ആ കാര്യം പുള്ളി ഒന്ന് പറയട്ടെ. ഇത് പറയുന്ന സാറിനോടൊരു കാര്യം ഒരാൾ ആലോചിച്ചിട്ട് ചെയ്യണമെങ്കിൽ ആലോചിച്ചിട്ട് ചെയ്തില്ലേ വിവരം അറിയുന്നുണ്ടോ അതുകൊണ്ട്, അല്ല എന്തോ ആലോചിച്ചിട്ട് ചെയ്യൂ. സാറിനോട് ഇപ്പോൾ ഒരാളൊരു കാര്യം ആലോചിച്ചിട്ട് ചെയ്യുക, സാറേ നമുക്ക് ഇങ്ങനെ പോലെ ഒന്ന് ആലോചിച്ച് ഇന്ന രീതിയിൽ ചെയ്താൽ പോരെ, സാറിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് സാറിനോട് ആലോചിക്കുന്നത് എന്തിനാ? സാറിനോട് ആലോചിച്ചിട്ടില്ലെങ്കിൽ അത് ഓരോ പ്രശ്നമാവും, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത് കൊണ്ട് ഇതിനു മുമ്പുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിമാരോടൊക്കെ എന്താ കാര്യങ്ങൾ ആലോചിക്കാൻ? എന്താണ് ഓരോ കാര്യം വരുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ഈ ഒന്ന് പറയട്ടെ, ഇന്ത്യയുടെ അഭിപ്രായം ഒന്ന് അറിയട്ടെ എന്ന് പറയാം. എന്താ ഇന്ത്യ അന്നില്ലായിരുന്നു, ഇന്ത്യയുടെ വലിപ്പം എന്തോ ഇത്ര ഇല്ലായിരുന്നു, അല്ല വിസ്തൃതി അല്ലെ ഏതാണ്ട് കുറവുണ്ടായിരുന്നു, ഒന്നുമില്ല. ഇത്രയും ഈ ഭൂപടത്തിലുള്ള ഈ വലിപ്പവും ഈ സ്ക്വയർ ഫീറ്റും ഒക്കെ ഉണ്ടായിരുന്നു. ആൾക്കാർ കുറച്ചുകൂടെ കൂടിയെന്നേ ഉള്ളൂ, ആൾക്കാരും ഒന്നുമില്ല, ഈ സംവിധാനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പം അതല്ല, ഇന്ന് ഇന്ത്യ മഹാരാജ്യം നിയന്ത്രിക്കുന്നത് ഇന്ത്യൻ ഭരണവും അല്ലെങ്കിൽ ഇന്ത്യ ജനാധിപത്യ സംവിധാനം തിരഞ്ഞെടുത്ത ഒരു ഭരണകൂടമാണ്. അവരുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. ആ നിയന്ത്രണത്തിലുള്ള ഇന്ത്യ സൈനികമായിട്ട് വലിയ ബലത്തിലാണ്. ലോകത്തെ 4ാമത്തെ സൈന്യശക്തിയാണ്. സാമ്പത്തിക ശക്തി ലോകത്തെ 3ാമതാകാൻ പോവുക. മാനുഫാക്ചറിംഗ് രംഗത്ത് വലിയ ലോകത്തെ ഏത് രാജ്യത്തേക്കും കയറ്റുമതി ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ലോകത്തൊരു 75 രാജ്യത്തിന് നമ്മൾ ആയുധങ്ങൾ നിർമ്മിച്ച് കയറ്റുമതി ചെയ്യുന്നുണ്ട്. നമ്മുടെ ആയുധങ്ങൾ ഏതാണ്ട് 3/4 ഇപ്പം നമ്മൾ തന്നെ നിർമ്മിച്ച് എടുക്കുന്ന, പണ്ട് പലയിടത്തും നമുക്ക് മേടിക്കുകയാണ്. അപ്പോൾ എല്ലാ രീതിയിലും നമ്മളെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇപ്പോൾ പല രാജ്യങ്ങൾക്ക് നിലനിൽപ്പില്ലാതായി. അല്ലെങ്കിൽ നമ്മൾ സാധനം അവിടെ ചെന്നിട്ട്, അല്ലെങ്കിൽ അവിടെ സാധനം നമ്മൾ പണ്ട് ഒരു രാജ്യത്തിൻ്റെ വാമോയിൽ ഇറക്കുന്നത് ചെയ്യേണ്ടെന്ന് പറയുമ്പോൾ രാജ്യം അവനിപ്പോൾ ഇവിടെ വന്നിട്ട് ഇന്ത്യ പറയുന്നതൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മതരാഷ്ട്ര സംവിധാനമാണല്ലോ ആ രാജ്യം. ആ രാജ്യം ഇപ്പോൾ ഇവിടെ വന്ന് മതനിര മതമെടുത്ത് പറഞ്ഞു അങ്ങ് പറഞ്ഞാട്ടെ, അതുപോലെ നമുക്ക് അവിടെ കാര്യങ്ങൾ നീക്കാം. നമ്മളൊരു രാജ്യത്തിൻ്റെ സാധനം ഇറക്കുമതി ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ ആ രാജ്യം പട്ടിണിയാ സാറേ. മാലദ്വീപ് എന്താ, നമ്മുടെ നരേന്ദ്രമോദി ഒരു കസേരയിട്ട് മാലദ്വീപ് വലിയ ചൈനയുടെ കൂടെ നിന്നിട്ടും, അല്ലെങ്കിൽ അയാൾ അധികാരത്തിൽ വരാനുള്ള കാരണം എന്തോന്ന് സാറിന് അറിയാമല്ലോ, ഇന്ത്യ വിരുദ്ധത. അവിടുത്തെ പട്ടാളത്തെ ഇറക്കുമതി ചെയ്യുന്നതെന്ന് ടീഷർട്ട് ഇട്ടുകൊണ്ട്, ഇന്ത്യ ഗെറ്റ് ഔട്ട് ടീഷർട്ട് ഇട്ടുകൊണ്ട് ഇലക്ഷനെ നേരിട്ട് അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയെ കാണാതെ ചൈനയെ കാണാൻ പോയി. അവസാനം നമ്മുടെ റോ ഉൾപ്പെടെയുള്ള സമയം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം വാഷിംഗ്ടൺ പോസ്റ്റിനകത്ത് വന്നിട്ടുണ്ട്, റോ ഇടപെട്ടാണ് അവിടുത്തെ പ്രതിപക്ഷ കക്ഷികളെ പിടിച്ച് ഇയാളെ എം പി ചെയ്യാൻ പോകാൻ. ഇപ്പോൾ അതാണ്ട് ഇവിടെ വന്ന് കൈയും കാലും തൊഴുത് 20 ദ്വീപ് നമ്മുടെ കയ്യിൽ. നമ്മൾ മനസ്സിലാക്കുന്ന ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ലക്ഷദ്വീപിൽ ഒരു കസേരയിട്ട് നരേന്ദ്രമോദി ഇരുന്നപ്പോൾ പിന്നെ മാലദ്വീപിലോട്ട് പോകാൻ ആളില്ല. ഒരു കസേരയിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ലക്ഷദ്വീപിൽ ഇരുന്നപ്പോൾ മാലദ്വീപ് തീർന്നു. അപ്പം അത്രയ്ക്ക് വലിപ്പമുണ്ട് ഇന്ത്യക്ക്. അപ്പം ഇദ്ദേഹം നമുക്ക് 2025 ന്യൂ ഇയർ സമ്മാനം തരുന്നത് റാണെ ഇവിടെ കൊണ്ടുവന്ന് വിചാരണ ചെയ്യാൻ തീരുമാനിച്ചു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഓരോന്ന് പ്രാവർത്തികമാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളുടെ ഏറ്റവും വൈകാര്യമായിട്ടുള്ളൊരു വിഷയം, ഇന്ത്യയിൽ കയറി ഇന്ത്യയുടെ ഹൃദയഭാഗം വെട്ടിപ്പൊളിച്ചവന്മാരെ, ഇവിടെ ചോര ചീന്തിയവന്മാരെ ഓരോന്നോരോന്നായിട്ട് ഇല്ലായ്മ ചെയ്തിട്ട്
കസ്റ്റഡിയിലുള്ള അവനെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്ത് വേണ്ട ശിക്ഷ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ 2025 ഈ അടുത്ത മാസം അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരുമെന്നാണ് അറിയിച്ചത്. അതായത് നമ്മൾക്ക് പുതുവത്സര സമ്മാനം ഇന്ത്യക്കാർക്ക് മൊത്തമായിട്ട് കൊടുക്കുന്നതായിട്ട് സങ്കല്പിക്കാം. അതാണ് പുതിയ ഇന്ത്യ, മോദിയുടെ വാക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.